ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യത്തിൽ ആരാണ് ഈ ഭൂതാത്മാക്കൾ? ഇതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതുണ്ടോ? ഭൂതാത്മാക്കൾ മരിച്ചുപോയ ദുഷ്ടന്മാരുടെ ആത്മാക്കളാണോ? ഇത് ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഇവയുടെ രൂപം എന്താണ്? എണ്ണം എന്താണ്? ഇങ്ങനെ സംശയങ്ങൾ നീണ്ടുപോവുകയാണ്. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ദൈവവചനത്തിൻ്റെ അതേ സഹായത്തോടെ ഈ കാര്യങ്ങൾ നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. കഴിഞ്ഞ ദിവസം മന്ത്രവാദം, കൂടോത്രം, കൈവശം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് നൽകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോയുടെ താഴെ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിരുന്നു, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണം. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ദുരാത്മാക്കൾ അല്ലെങ്കിൽ ഭൂതാത്മാക്കൾ. കാരണം ഈ ഹീനവും നീചവും ഇത്തരത്തിലുള്ള ദുഷ്ടകരവുമായ പ്രവർത്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭൂതാത്മാക്കൾ തന്നെയാണ്. അത് ദൈവവചനത്തിൽ നിന്നും ആത്മിക ശുശ്രൂഷകളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി ഒന്ന് പഠിക്കണം. അങ്ങനെ ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് അടുത്ത 2-3 ദിവസങ്ങളിലായി ആരാണ് ഭൂതാത്മാക്കൾ, ഭൂതാത്മാക്കൾ എന്താണ്, 2 ഭൂതബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും, ഈ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിനോട് ചേർന്ന് തന്നെ ചില അനുഭവങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭൂതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ ഭൂതങ്ങൾ ആരാണ്? ഈ ഭൂതങ്ങൾ സാത്താൻ്റെ ആജ്ഞാനുവർത്തികളാണ്, അല്ലെങ്കിൽ സാത്താൻ്റെ സഹായികളായി പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളാണ്. ഈ ഭൂതങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭൂതങ്ങളുടെ പേരിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഡയമോണിയ എന്ന് പറയുന്ന പദമാണ്. ഇംഗ്ലീഷിൽ ഡീമൻസ് അല്ലെങ്കിൽ ഡീമൻ എന്ന് പറയുന്നൊരു പദമാണ്. അപ്പൊ പഴയ നിയമത്തിൽ ദുർഭൂതങ്ങൾക്ക് ബലി കഴിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില സമയങ്ങളിൽ എന്താ പറയുന്നത്, ഇസ്രായേലിന് പുറത്തുള്ളവരെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുമൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിനല്ലാതെ മറ്റു തരത്തിലേക്ക് അവർ പോകുമ്പോൾ, ആരാധന കഴിക്കുമ്പോൾ അത് ദുർഭൂതങ്ങൾക്കുള്ള ബലിയായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് എൻ്റെ ഒരു വിഷയം അതല്ല എങ്കിലും ഈ എന്താ പറയുന്നത്, കുഞ്ഞുങ്ങളെ ദഹിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിയകൾ പോലും പഴയ നിയമകാലങ്ങളിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് സംസാരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പം ഈ ദുർഭൂതങ്ങൾക്കുള്ള ബലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി റെഫറൻസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്നത് കാണാനായിട്ട് പറ്റും. 2, യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ ഭൂതങ്ങളുടെ മേൽ അധികാരം അവർക്ക് നൽകിയാണ് ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് അവരെ പറഞ്ഞയച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിന് എതിരെ എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് ഈ ദുർഭൂതങ്ങൾ എന്ന് പറയുന്നത്. അവയുടെ പ്രവൃത്തിയെക്കുറിച്ചും അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ശിഷ്യന്മാർ പോയി അവരീ പോയി ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് സന്തോഷത്തോടെ കർത്താവിനോട് പറയുന്നുണ്ട്, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ എന്നാണ്. അപ്പൊ ശരിക്കും അവർ ചോദിച്ചിട്ടൊന്നുമല്ല, അവർക്കൊരു അധികാരം കൊടുത്തു. ആ അധികാരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഒരു വ്യക്തിക്കും സ്വന്തമായി കിട്ടുന്ന അധികാരമോ ശക്തിയോ ഒന്നുമല്ല.
ആർക്കെങ്കിലും അങ്ങനെ ഒരു ശുശ്രൂഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായിട്ട് ദൈവം തരുന്ന ഒരു ശുശ്രൂഷയാണിത്. കാരണം ഒരു വ്യക്തി ശാരീരികമായും മാനസികമായും ആത്മീകമായും ഒക്കെ തകർക്കപ്പെട്ട അവസ്ഥയിൽ ആയി പോകാൻ സാധ്യതയുണ്ട് ഈ ഭൂതങ്ങൾ ആ വ്യക്തിയിൽ പ്രവേശിച്ചാൽ. കാരണം ഈ മനുഷ്യനിലും മൃഗങ്ങളിലും ഭൂതാത്മാക്കൾ പ്രവേശിക്കുന്നതായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടും കാണാൻ പറ്റും. അതിനൊരു കാരണമുണ്ട്, ഒരു റീസൺ ഉണ്ട്. വെറുതെ ഒരിക്കലും ഇത് കയറില്ല, അത് മനസ്സിലാക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന 2-3 കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ദൈവവചനത്തിന്റെ പ്രമാണത്തിന്റെ അകത്ത് സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ നിന്നാൽ ഒരിക്കലും ഒരു ദുരാത്മാക്കൾക്കും നമ്മിൽ പ്രവേശിക്കാൻ കഴിയില്ല. വിശുദ്ധിയാണ് നമ്മുടെ സംരക്ഷണം, വേർപാടാണ് നമ്മുടെ സംരക്ഷണം. അപ്പം ശരിക്കും ശിഷ്യന്മാർക്ക് കർത്താവ് ഇങ്ങനെയുള്ള അധികാരം കൊടുത്തവരെ പറഞ്ഞയക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതെന്തിനാ പറഞ്ഞയച്ചത്? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പത്തനംതിട്ട ജില്ലയുടെ ഒരു കളക്ടറെ നിയമിച്ച് അദ്ദേഹത്തിന് ഉത്തരവ് കൊടുത്ത് അദ്ദേഹത്തെ ആ ഒരു ജില്ലയിലേക്ക് ആക്കുമ്പോൾ അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ഗവൺമെന്റ് നൽകുന്ന ഒരു അധികാരമുണ്ട്. അദ്ദേഹം അത് ചോദിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. ആ അധികാരം കൊടുക്കുന്നത് എന്തിനാണ്? ഔദ്യോഗിക ആ ഒരു നിർവഹണം കുറ്റമറ്റതായി എതിർപ്പുകൾ കൂടാതെ ചെയ്തെടുക്കാനാണ്. ഇതേ കാര്യം തന്നെയാണ് ദൈവരാജ്യത്തിൽ സംഭവിക്കുന്നത്. കാരണം ദൈവരാജ്യം വളരുമ്പോൾ, വ്യക്തികൾ വിടുവിക്കപ്പെടുമ്പോൾ ഈ ഭൂതാത്മാക്കൾ അടങ്ങിയിരിക്കില്ല, അവർ ശക്തമായി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുൻപോട്ട് പോകണമെങ്കിൽ ഈ അധികാരം ഒരു വ്യക്തിയിൽ ഉണ്ടാകണം. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭൂതങ്ങളെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്, ഭൂതങ്ങളെ യേശു പുറത്താക്കിയിട്ടുണ്ട്, പുറത്താക്കാൻ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂതങ്ങൾ ഒരു റിയാലിറ്റിയാണ്. ഇതൊരു റിയാലിറ്റിയാണ്, ഇത് സത്യമാണിത്. ഞാൻ ശുശ്രൂഷയിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാം. അടുത്തത്, നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തുകളിലേക്കൊക്കെ വരുമ്പോൾ ഭൂതങ്ങളുടെ ഉപദേശം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം എന്താണ് ആ ഉപദേശം. ഭൂതങ്ങളുടെ ഉപദേശം. അപ്പൊ ഭൂതങ്ങൾക്കൊരു ഉപദേശമുണ്ട്. ആ ഉപദേശത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യമായ വചനത്തിൽ നിന്ന് ജനത്തെ തെറ്റിച്ചു കളയുക എന്ന് പറയുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കള്ളപ്രവാചകന്റെയും മൃഗത്തിന്റെയും ഒക്കെ വായിൽ നിന്ന് തവള പോലെ പുറത്തു ചാടുന്ന ഭൂതാത്മാക്കളെ കാണാനായിട്ട് പറ്റും. ആ ഭൂതാത്മാക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഭൂലോകത്തിലെങ്ങുമുള്ള രാജാക്കന്മാരെ വശീകരിച്ച് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിനെതിരെ തിരിക്കുക. അപ്പൊ അത്ഭുതം ചെയ്യാൻ പറ്റും, വശീകരിക്കാൻ പറ്റും, ദൈവത്തിനെതിരെ തിരിക്കാൻ പറ്റും. ഇത് ചെറിയൊരു കാര്യമല്ലിത്. അപ്പം അതുകൊണ്ട് തന്നെ ഭൂതാത്മാക്കൾ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. അവയ്ക്ക് ചിന്തിക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. അവ സാത്താന്റെ മുൻപിൽ സ്വയം സമർപ്പിച്ച സേവകാത്മാക്കളാണ്. ഓക്കെ, ഇനിയും ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ പല സമയങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് വലിയൊരു എംഫസിസ് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ആരാണെന്ന് എനിക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല, ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം വിഷയങ്ങളുണ്ടായിരുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നില്ല, ശാരീരിക പ്രശ്നങ്ങൾ, മറ്റു കുറച്ച് കുഴപ്പങ്ങൾ, ഒന്നുമില്ല. സിമ്പിളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭൂതാത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്നെ ഈ ആരാധനാലയത്തിന് പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു, ഞങ്ങളെ വിടാൻ പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ആ കുടുംബത്തിൽ ഒന്നിലധികം ആളുകൾ ഇതിൽ ബാധിതരായിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. അവർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലം വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതിനകത്തുള്ളത്. ഇതൊരു സമൂഹ മാധ്യമമായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റില്ല. അപ്പം ആ ഒരു കാര്യം കണ്ടുപിടിച്ചു, പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിനകത്ത് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുടുംബ തകർച്ചകൾ, വിദ്യാഭ്യാസത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, പരാജയങ്ങൾ, തുടർച്ചയായ പരാജയങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടർച്ചയായി ആ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു.
ആ വിഷയത്തിൽ വിടുവിച്ചു. ഇന്ന് അവരിവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഇതിൽ വിശ്വാസമില്ലാത്ത അവരുടെ പിതാവ് പോലും ഇത് കണ്ട് ഞെട്ടി അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പോകട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു റിയാലിറ്റിയാണ്. ഇന്നും ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്നത് ദൈവാത്മാവിന്റെ ശക്തിയാലാണ്. കാരണം യേശു പറഞ്ഞു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവരാജ്യമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, വിടുതലുണ്ട്. നിത്യതയിലേക്ക് വിശുദ്ധിയോടെ ആളുകൾ ഒരുക്കപ്പെടണം. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അശുദ്ധമായ ഇത്തരത്തിലുള്ള ഭൂതാത്മാക്കൾ പുറത്തു പോകണം. ഇത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവിക അധികാരത്തിലാണ്, യേശുവിൻ്റെ നാമം പറയുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് വളരെ ബൃഹത്തായ ഒരു സബ്ജക്റ്റാണിത്. 2-3 ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. ഇന്ന് എന്താണ് ഭൂതങ്ങളെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. മരിച്ചുപോയവരുടെ ആത്മാക്കളാണോ ഇത്? അതിലേക്ക് വന്നിട്ടില്ല, അത് ഞാൻ വരാം. അടുത്തത്, ഭൂതബാധയുടെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും, ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് ഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോവുകയാണ്. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതിൽ ഒന്ന്, ഭൂതങ്ങൾക്ക് ആളത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഭൂതങ്ങൾക്ക് ആളത്വമുണ്ട്, അതായത് അവയ്ക്ക് നമ്മളെക്കാൾ തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്, അറിവുണ്ട്, എല്ലാത്തിനെ കുറിച്ചും നല്ല ബോധമുണ്ട്. ഇത് പറയാനുള്ള കാരണം, നമ്മുടെ സുവിശേഷ പുസ്തകങ്ങളിൽ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കുന്നുണ്ട്. അപ്പം ഈ ഭൂതബാധിതനായിരുന്നു, ജീവിതം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഈ കല്ലുകൾ കൊണ്ട് ഞെരുക്കി ചങ്ങലകളെല്ലാം പൊട്ടിച്ച് ഉഗ്രതയോടെ ആ ശവക്കല്ലറുകളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അപ്പം ആ മനുഷ്യൻ ഭൂതബാധിതനായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മനുഷ്യന്റെ അരികിലേക്ക് യേശു ചെല്ലുമ്പോൾ ഈ ഭൂതാത്മാക്കൾ പറയുകയാണ്, ദൈവപുത്ര, മഹോന്നതനായവനെ, ഞങ്ങളെ ഉപദ്രവിക്കാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങളെ പറഞ്ഞയക്കരുത്, അല്ലെങ്കിൽ ഞങ്ങളെ എന്താ പറയുന്നത്, ദണ്ഡനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ പറഞ്ഞയക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ശരിക്കും ഇത് വന്നത് ദൈവപുത്രനാണെന്നും ഞങ്ങളെ പറഞ്ഞയക്കാൻ പറ്റുമെന്നും ഞങ്ങളെ അയക്കുമെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇവർ ആളത്വം ഉള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേസമയം തന്നെ വ്യക്തികളിലും ജീവനുള്ള ജീവികളിലും ഇവയ്ക്ക് പ്രവേശിക്കുവാൻ കഴിയും. കാരണം പന്നികളിലേക്ക് പോകുന്നുണ്ട്. പന്നികൾ കൂട്ടമായിട്ടാണല്ലോ ആ കടലിലേക്ക് പോയി ചാടുന്നത്. ഈ വ്യക്തിയിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവ ആളത്വം ഉള്ളവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവയ്ക്കൊരു ആളത്വമുണ്ട്. ഇനിയും എന്നെ ആ ഭാഗത്ത് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇത് നമ്മുടെ ദൈവിക വിടുതലിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ആ ദേശത്തു നിന്ന് ഞങ്ങളെ പറഞ്ഞയക്കരുതെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. ഇവിടുന്ന് ഞങ്ങളെ പറഞ്ഞു വിടരുത്. ഞാൻ ചോദിക്കട്ടെ, ആ ഭൂതഗ്രസ്തൻ വസിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളോ അന്ന്? അല്ലല്ലോ. ഈ ഉലകം മുഴുവനുമുണ്ട്, ഈ ലോകം മുഴുവനുമുണ്ട്. അപ്പൊ അവർക്കെന്താ ആ സ്ഥലത്തോട് ഇത്ര ഇഷ്ടം? ഞാൻ പറയട്ടെ, നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും നമുക്ക് നമ്മുടെ വീടിനോട് ഒരു ഭയങ്കര ഇഷ്ടമുണ്ട്, ഇല്ലേ? നമ്മൾ അവിടേക്ക് തിരിച്ചു വരും. എവിടെ പോയാലും നമ്മുടെ ഉള്ളിൽ ആ സ്ഥലമായിരിക്കും. സെയിം കാര്യമാണ്. കാരണം ഈ പൈശാചിക ആത്മാക്കൾ വെളിപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഒരിക്കൽ ഇത് ഇങ്ങനെ വെളിപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത്, അത് പറഞ്ഞു ഞങ്ങൾ 100 കൊല്ലത്തിലധികമായിട്ട് ഇവിടെ ഉള്ളവരാണ് എന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുകാർ ഇവിടെ വരുന്നതിന് മുന്നേ തൊട്ടാ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ വിടുതലുകൾ, ദൈവിക വിടുതലുകൾ അനുഭവിക്കണമെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കരുതെന്ന് ഏറിയോന്ന് അപേക്ഷിച്ചു. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ചില സ്ഥലങ്ങൾ, ചില വ്യക്തികൾ, ചില ഏരിയകൾ അവർക്ക് ഇഷ്ടമാണ്. ഇതേ കാര്യമാണ് വിടുതലിനും തടസ്സമായി നിൽക്കുന്നത്. പ്രാർത്ഥിച്ചിട്ടും പോകാത്തത്, അല്ലെങ്കിൽ ദീർഘനാളുകളായി ചിലർ സ്ട്രഗിൾ ചെയ്യുന്നത് ആ സ്ഥലം ഇഷ്ടമായതുകൊണ്ടാണ്, ആ ഏരിയ ഇഷ്ടമായതുകൊണ്ടാണ്.
വേറെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, അവിടെ അവകാശം പറഞ്ഞുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. പക്ഷെ കർത്താവിന് ഈ ഭൂതഗ്രസ്തനോട് സ്നേഹം തോന്നിയത് കൊണ്ട് ശാസിച്ചു. പന്നികളിലേക്ക് പോയി, കൂട്ടമായി പന്നികൾ താഴേക്ക് ആ വെള്ളത്തിലേക്ക് ചാടുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തേത്, ഭൂതങ്ങൾ ആത്മജീവികളാണ്. അതായത് മനുഷ്യനുള്ളതുപോലെ ശരീരമോ അവയവങ്ങളോ ഒന്നും ഇവയ്ക്കില്ല. ഇവയ്ക്കിരിക്കാൻ ഒരു ഇടം വേണം. ഒന്നുകിൽ വ്യക്തികൾ, ഇല്ലെങ്കിൽ മൃഗങ്ങൾ. അതിനെവിടെ കയറാൻ പറ്റുമോ അവിടെ കയറും. അതിനുള്ള സ്ഥലം നോക്കി അന്വേഷിച്ച് നടക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോയാൽ അതിങ്ങനെ അലഞ്ഞു നടന്ന് തിരിഞ്ഞു നടന്ന് ഏറ്റവും ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് തന്നെ, പഴയ വീട്ടിൽ മടങ്ങി വരുമ്പോൾ അത് അടിച്ചു വാരി വൃത്തിയുള്ളതായി കാണും. അത് പോയി തന്നിലും ശക്തിയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ വീട്ടിൽ കയറും. ആ വീടിന്റെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ മോശമാകും. ഇത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയാമോ? ഇത് കർത്താവ് പറഞ്ഞത് മാനസാന്തരമില്ലാത്ത തലമുറയെ കുറിച്ചാണ്. യേശുവിന്റെ വചനം കേട്ടിട്ടും ദൈവകൽപ്പന കേട്ടിട്ടും മാനസാന്തരപ്പെടാത്തവർ, അതായത് ദൈവകൃപയിൽ വന്ന് വിടുതൽ അനുഭവിച്ചിട്ട് മാനസാന്തരത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ ഇത് പോയി തന്നിലും ശക്തിയേറിയ 7 പേരെ കൂട്ടിക്കൊണ്ടുവരും. നിങ്ങൾ ആ ഭാഗം, ഞാൻ ആ റെഫറൻസ് ഇവിടെ പറയാൻ വന്നതല്ല, നിങ്ങൾ ആ ഭാഗം എടുക്കുക. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ റെഫറൻസും അതിന്റെ പശ്ചാത്തലവും നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ വചനം നമ്മൾ കൃത്യമായി പഠിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് ട്രൈ ചെയ്യുന്നത്. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കണമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാസേജിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ മാനസാന്തരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ തലമുറയ്ക്കും അങ്ങനെയാകും എന്ന് പറഞ്ഞാൽ ഏത് തലമുറ? മാനസാന്തരമില്ലാത്ത തലമുറ. അപ്പൊ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവപൈതലേ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഒരുപക്ഷെ നമ്മൾ സ്നാനപ്പെട്ടു, നമ്മൾ കൃപയിൽ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ നമ്മുടെ മാനസാന്തരം നഷ്ടപ്പെട്ടാൽ ഈ പോയതിന്റെ 7 മടങ്ങ് വന്ന് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഏത് സമയത്തും ഒരു വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനാ? ഒരു അവസരം കിട്ടുമെന്ന് നോക്കി വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. അപ്പൊ 2 ഇത് ആത്മജീവികളാണ്. മൂന്നാമത്തേത്, ഇത് മരിച്ചു പോയവരുടെ ആത്മാക്കൾ അല്ല. ആളുകൾ വിചാരിക്കുന്നത് ഇത് മരിച്ചു പോയവരുടെ ആത്മാക്കൾ ആണെന്നൊക്കെയുള്ള ചിന്തയുണ്ട്. പക്ഷെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് മരിച്ചു പോയവരുടെ ആത്മാക്കളല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സാത്താന്യ സംഘത്തിൽ തന്നെ ഉള്ള ഒരു കാറ്റഗറിയാണിവർ. വീണുപോയ ദൂതന്മാരിൽ തന്നെ ഉള്ളവരാകാം ഇത്. മനസ്സിലായോ? എന്തായാലും മരിച്ചുപോയവരുടെ ആത്മാക്കളല്ല. കാരണം മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ചുറ്റിത്തിരിയാൻ ദൈവം അവസരം കൊടുത്തിട്ടില്ല. അപ്പച്ചനെയോ അമ്മച്ചിയെയോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് മനസ്സിലെ തോന്നലാണ്, ഇല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയാണ്. അങ്ങനെയൊക്കെ മരിച്ചുപോയവർക്ക് തിരിച്ചു വരാൻ ദൈവം അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ആരൊക്കെ വന്നേനേമായിരുന്നു. അതൊന്നുമല്ല, അങ്ങനെ ഒരു അനുവാദമില്ല. ഞാൻ പറയട്ടെ, ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വേർപാടിലും വിശുദ്ധിയിലും ദൈവകൃപയിലും ജീവിക്കുന്ന ദൈവപൈതൽ അവൻ മരിക്കുന്ന നിമിഷം എവിടെ ചെല്ലണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണാനന്തരമല്ല, വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കാര്യമേ എഴുതിയിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ തക്കവണ്ണം നാം ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് മരണാനന്തരം ദൈവിക വിധി പുറപ്പെടുന്നത്. അപ്പോൾ ഇത് മരിച്ചവരുടെ ആത്മാക്കൾ അല്ല. ഇത് പുരാതന കാലം മുതൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവരാജ്യത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇരുളിന്റെ ശക്തികളാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ, സമയം മുമ്പോട്ട് പോയതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച്, അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെ, അവരുടെ പ്രവർത്തികൾ എന്തൊക്കെയാണ്, ഭൂതബാധയുള്ള വ്യക്തികളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടുന്നത്, ഈ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായി ചിന്തിക്കാം. ഏറ്റവും ഒടുവിൽ ഭൂതങ്ങളുടെ എണ്ണം അറിയണ്ടേ? എത്ര ആണെന്നുള്ളത്? ഭൂതങ്ങൾ അസംഖ്യമാണ്. കാരണം ആ ഭൂതഗ്രസ്തനിനോട് ചോദിച്ചപ്പോൾ ലെഗിയോൻ എന്നാണ് പറഞ്ഞത്. ഈ ലെഗിയോൻ എന്ന് പറയുന്നത് റോമൻ സൈന്യത്തിലെ 6000 പേരുടെ ഒരു ഗ്രൂപ്പാണ് ഈ ലെഗിയോൻ. അപ്പം 6000 എന്ന് പറഞ്ഞാൽ കൃത്യമായി 6000 ഭൂതങ്ങൾ ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ അസംഖ്യമാണ്, എണ്ണാൻ പറ്റില്ല.
അതാണല്ലോ ഈ പന്നികളിലേക്ക് 2000-ഓളം വരുന്ന പന്നികളിലേക്ക് കയറി ഈ പന്നികളെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ചാടിച്ച് കൊല്ലണമെങ്കിൽ ഇവയുടെ പ്രവൃത്തികൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 38 മുതലുള്ള ഭാഗങ്ങളിൽ ഒരു മകൻ അശുദ്ധാത്മാവ് ബാധിക്കപ്പെട്ടവനായി നിൽക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അവനെ പുറത്താക്കാൻ പറ്റുന്നില്ല. ആ അശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ആ ആത്മാവ് ഇവനെ പിടിച്ചിട്ട് ഇവനെ കഷ്ടപ്പെടുത്തുകയാണ്. ഉരുട്ടുന്നു, പല പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. ഏറ്റവും ഒടുവിൽ കർത്താവ് അതിനെ പുറത്താക്കി. അപ്പൊ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പിന്നീട് ചോദിക്കുന്നുണ്ട്, അത് അവിടെ എഴുതിയിട്ടില്ല, ഈ മത്തായി സുവിശേഷം പഠിക്കുമ്പോഴാണ്, ഞങ്ങൾക്ക് എന്താണ് അതിനെ പുറത്താക്കാൻ പറ്റാഞ്ഞത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം വേണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കൊണ്ട് കർത്താവ് നിർത്തുന്നില്ല. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി പുറത്തു പോകില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഴമായ പ്രാർത്ഥനാ ജീവിതം, ഉപവാസം, ദൈവത്തിന് സ്തോത്രം, ഈ കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ വിടുതൽ നേടിയെടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ വിടുതലുകളെ ചെയ്യട്ടെ. ആഭിചാരങ്ങൾ, കർമ്മങ്ങൾ, മന്ത്രവാദങ്ങൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഭൂതാത്മാക്കൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അടുത്തത് ഇത് വരുന്ന വഴികളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാം. അതിൻ്റെ ലക്ഷണങ്ങൾ, വിടുതലിനുള്ള വിവിധ മാർഗങ്ങൾ, ഇതൊക്കെ ദൈവത്തിന് സ്തോത്രം. എന്താ പറയുന്നത്? നമ്മുടെ പണമൊന്നും നഷ്ടപ്പെടാതെ സത്യസന്ധമായി ദൈവത്തിൻ്റെ വചനം പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.